അമ്മച്ചിക്കൊരു കാര്യം പറയാം. ഒന്നും തോന്നിയൊന്നും ചെയ്യരുത്. നീയേ അതിനെ ഇങ്ങനെ അങ്ങോട്ട് അയച്ചു വിടരുത് കേട്ടാ. പറഞ്ഞാ കേക്കാൻ പറ്റൂലല്ലേ. രാവിലെ പെയിന്റ് അടിക്കാൻ വേണ്ടി അതിനകത്തുണ്ടാ പെയിന്റ് എടുപ്പ് ഇപ്പഴേ തുടങ്ങിയിട്ടുണ്ടാ. ഈ പെയിന്റ് വാങ്ങിക്കണ പൈസ മതി പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ട് വീടും എല്ലാം വെച്ച് നിങ്ങൾക്ക് സെറ്റിലാവാൻ. ഇതെന്തോന്നാണ് ഈ കാണിക്കുക? നീ ഇത്ര വിശ്വാസത്തെ എല്ലാം അങ്ങനെ എടുത്തങ്ങ് കൊടുക്കണം. എന്തിനാണ് ഈ പൈസയൊക്കെ? നിനക്ക് ഒരു കൈ വെക്കേണ്ടതിലേക്കാ. നമ്മള് കുട്ടിക്കാലത്ത് ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അവരെങ്കിലും അവരെ സമയത്ത് കിട്ടുമ്പോഴത്തേക്ക് ആഗ്രഹങ്ങൾ സ്വന്തമാക്കട്ടെ. ഒരു വലിയ കൈയില്ലെങ്കിൽ അത് കെട്ട് പൊട്ടിയ വട്ടം പോലെ പറന്നു. കുഴപ്പമില്ല അമ്മച്ചി, എനിക്കിപ്പോ ചായ ഞാൻ നോക്കട്ടെ. എന്തായാലും നോക്കാം. അമ്മച്ചി എന്തായാലും പറഞ്ഞ ഞാനത് ശ്രദ്ധിക്കായിരിക്കോ. ഹലോ, സുഷമയായിരുന്നാ? എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, നീ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടോ? മീഷോ എന്നാ? ഞാൻ നോക്കാം. എത്ര പ്രൈസ് വരും? ഓ, 2000 വരും അല്ലേ? ഓ, ഓക്കെ. പിന്നെ നമ്മൾ സോപ്പിട്ടൊക്കെ അങ്ങ് നിൽക്കില്ലേ. സോപ്പിട്ട് നിന്നാൽ എന്തിനാണ് കിട്ടാത്ത? പാവണെന്നേ, ഒരു കഥയില്ലാത്ത മനുഷ്യനാണ്. ഓ, ആ തള്ള ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ സ്ക്രൂ ഒക്കെ കയറ്റണമുണ്ട്. ഒരു രക്ഷയില്ല. അത് മൊത്തം ലൂസായി കിടക്കില്ലേ. ഓ എന്തായാലും ഞാൻ ഇതൊന്ന് പറഞ്ഞു നോക്കാം. പിന്നെ നാളെ തന്നെ എനിക്ക് വാങ്ങിച്ചു തരും. ഞാൻ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞേക്കാം. ഓ ശരി. ഓക്കെ. അടിപൊളി ചുരിദാറാണല്ലോ. പറഞ്ഞു നോക്കാം. പിന്നെ ഒരു 2 ചുരിദാർ ഞാൻ മിന്ത്രയിലൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. നാളെ വരും. ഒരു വെറും 2000 രൂപ, അത്രേ ഉള്ളൂ. എന്നെ ചേട്ടായി കൊണ്ട് പറ്റല്ല 2000 രൂപയ്ക്ക് എടുക്കാൻ. ഒന്ന് ശരിയായി സെറ്റാക്കി തരണേ. അതിനെന്താ മേടിച്ചോ? കൊള്ളാം. നിനക്കാകുമ്പോഴത്തേക്ക് ഏതിട്ടാണ് ചേരുമല്ലോ. നീ അല്ലെങ്കിൽ സുന്ദരിയല്ലേ കാണാൻ. അത് കുഴപ്പമില്ല. നേരിട്ട് മേടിച്ചോ. എത്രയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അതെടുത്തോ കേട്ടോ. അത് കുഴപ്പമില്ല. പിന്നെ ഞാനിപ്പോൾ ഈ ഒരുങ്ങിയതേ, എനിക്കാണെങ്കിൽ ഈ ബ്യൂട്ടി പാർലറിൽ പോകണം. കുറേ നാളായി ബ്യൂട്ടി പാർലർ. സ്കിന്നൊക്കെ വല്ലാതെ ഡ്രൈ ആയി തുടങ്ങി. എനിക്കൊന്ന് സ്പായൊക്കെ ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 5000 റുപ്പീസ് എനിക്കിപ്പം വേണം കേട്ടോ. എന്താ ബ്യൂട്ടി പാർലറിൽ പോകണം? അതെ, ഇപ്പോഴാ? പൈസ വേണമല്ലേ? കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യാം. ATM കാർഡ് എടുത്ത് നോക്കൂ. അപ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ള ക്യാഷ് എടുത്താൽ മതി. ആവശ്യത്തിനെ. ഓക്കെ. ഓ, ATM കാർഡ് തന്നാൽ മതി. ഓ, ഞാൻ ഇഷ്ടമുള്ള എടുക്കാം. ഓ, ബാലൻസ് ഇട്ടേക്കാം. ശരി ഏട്ടാ. ഓക്കെ. അതുപോലെ. ഓക്കെ, എന്നാൽ പിന്നെ പോയി എടുത്തിട്ട് പോയിട്ട് വരും. ശരി. അമ്മച്ചി, എന്തൊക്കെയുണ്ട് പണി? ഓ, ഞാൻ എല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് അമ്മച്ചി. പക്ഷേ ഇത്രയും രൂപയ്ക്ക് വാങ്ങിച്ചെന്ന ക്യൂടെക്സ് ഒക്കെ എല്ലാം എൻ്റെ കയ്യിലൊക്കെ കിടക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിലെ പുട്ടിയൊക്കെ ഒഴിച്ചു പോലും. എത്ര 12000 രൂപയാണ് ഒരു പുട്ടീന് വരാം. ഇതൊക്കെ തേച്ചിട്ട് ഞാൻ ഈ വെള്ളത്തിലേക്ക് കഴിയുമ്പോൾ പാവ ഇച്ചായനെ നഷ്ടമാവില്ല അമ്മച്ചി. പിന്നെ ഞാൻ ഒന്ന് പുറത്ത് വരെ പോയിട്ട് വരട്ടെ. അപ്പോൾ ഇച്ചായൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് വരാം അമ്മച്ചി. ശരി, ഓക്കെ. അപ്പോൾ ഇച്ചായ ബൈ. ഞാൻ സ്കൂട്ടി ഒന്ന് എടുത്തിട്ടുണ്ട്. സ്കൂട്ടി എടുത്തോ. കുഴപ്പമില്ല. നീ സൂക്ഷിച്ച് പോകണം കേട്ടോ. വണ്ടി തിരക്കെ ഉള്ളതാണ്. ഹെൽമെറ്റൊക്കെ എടുത്തല്ലോ അല്ലേ? അല്ലെങ്കിൽ ആ വണ്ടിയുടെ സീറ്റിന് അടിയിലുണ്ടാവും ഹെൽമെറ്റ്. അതുകൂടെ എടുത്തോ കേട്ടോ. ഓക്കെ. ഹെൽമെറ്റ് വെച്ച് തന്നെ പോകണം. ശ്രദ്ധിച്ച് പോണേ. ചെറുക്കനെ കൂടി ഒന്ന് തൂക്കി വിൽക്കണമെന്ന് തോന്നുന്നു. അവളാ തോന്നുന്ന ചായയൊക്കെ കുടിച്ചല്ല? ചായ കുടിച്ചോ? പോയാ തമ്പുരാട്ടി? ബ്യൂട്ടി പാർലർ, തേങ്ങാക്കൊല. നിന്നെ പറഞ്ഞാ മതി. നിന്റെ കയ്യിലുള്ള കാർഡും കൂടി കൊടുത്തങ്ങ് വിട്ട്.
കിട്ടുന്ന അത് ആവശ്യത്തിനല്ലേ മച്ചി പൈസ ചെലവാക്കുന്നത്. എടാ നീ ഈ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ പൈസ എന്നാടാ നീ ഈ ബാങ്കിൽ കൊണ്ട് കൂട്ടിയിട്ടിരുന്നത്? അതിപ്പോ അവക്ക് ദൂർത്തടിക്കാനായിട്ട് നീ ഇങ്ങനെ കൊടുത്ത് കളിക്കല്ലേ? ആവശ്യങ്ങൾക്ക് ചെലവാക്കട്ടെ. അപ്പൊ വെറുതെ ആവശ്യമില്ലാണ്ടല്ലോ, അവക്കൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. അതല്ലേ എടുത്തോളാൻ പറഞ്ഞേ. ഇതൊക്കെ അനാപത്ത് ചെലവുകളാണ്, അനാപത്ത് ചെലവുകള്. ഇനിയിപ്പോ പോട്ടെ. എനിക്ക് അവളടുത്ത് പറയാൻ പറ്റുമോ? നീയല്ലേ ഇതൊക്കെ കണ്ടും കേട്ടും ചെയ്യേണ്ടത്? ഇനി നിനക്ക് ഒരു മാസം ലീവിന് നീ വന്നതാണ്. നീ നാട്ടിൽ വരുമ്പോഴത്തേക്ക് അവള് ബ്യൂട്ടി പാർലർ, സിനിമ ഷോപ്പ്, കൂട്ടുകാരി, പിന്നെ ഷോപ്പിങ് എന്നും പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോകും. നീ പിന്നെ അതിന് കഴിയുന്നല്ലോ നാട്ടിൽ വന്നത്. അത് കുഴപ്പമില്ല. ഞാൻ അമ്മച്ചിയെ കാണാനല്ലേ വന്നേ, അമ്മച്ചിയുടെ കൂടെ ഇരിക്കാനല്ലേ വന്നത്. കൊള്ളാം. പിന്നെ എന്തിനാണാവോ ആ ഉരുപ്പടി ഇവിടെ കെട്ടി ഒരുക്കി ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? വീട്ടിനും കൊള്ളാമല്ലോ നാട്ടിനും കൊള്ളാം. പോയിട്ട് വരട്ടെ, കുഴപ്പമില്ല. ബ്യൂട്ടി പാർലറോ എന്താ സാധനങ്ങളൊക്കെ മേടിക്കാന്ന് പറഞ്ഞു മേടിച്ചിട്ട് വരും. അവസാനം നിന്നെ കൂടി ഏതെങ്കിലും കടയിൽ കൊണ്ട് വെക്കോ? വിൽക്കാനോ വസ്തുവാണെന്നും പറഞ്ഞു. അമ്മച്ചിയുടെ ഒരു തമാശ. ഞാൻ പോണ് വയസ്സാകാലത്ത് എനിക്ക് ആരും കടറ ദുഃഖമൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഈ അമ്മച്ചിയുടെ ഓരോ കാര്യങ്ങൾ തമാശ പറഞ്ഞില്ല. ഹലോ. മോളെ നീ എത്തിയോ? എന്താ അവിടെ തിരക്കുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. പറയും. അമ്മച്ചി ഇപ്പൊ ഒരു ചായ ഇട്ട് തന്നെ ഞാൻ കഴിച്ചായിരുന്നു. ശരി നീ ഒന്ന് വേഗം വരാൻ നോക്ക്. ഓക്കെ. നീ ക്യാഷ് എടുത്തായിരുന്നോ? ഇല്ലല്ല കുഴപ്പമില്ല. എനിക്ക് മെസ്സേജ് വന്നായിരുന്നു. ഓക്കെ കുഴപ്പമില്ല. കുഴപ്പമില്ല. നീ വേഗം വരാൻ നോക്കേട്ടാ. ഓക്കെ എന്നാ ബൈ. ഞാനേ അപ്പുറത്തെ തങ്കമണിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. കുടുംബശ്രീയിൽ എനിക്കും കൂടി വല്ല വേക്കൻസി ഉണ്ടാവുമെന്ന് നോക്കട്ടെ. നീ എന്ന് ഈ നിന്റെ ഭാര്യയുടെ ആട്ടത്തിന് തുള്ളി തന്നെ നിന്റെ കാശ് തികയൂലാന്ന് എനിക്ക് ബോധ്യായി. നീ എന്റെ കാര്യം ഞാൻ നോക്കണ്ടേ? എന്തായാലും ഞാനൊന്ന് തങ്കമണിയുടെ അടുത്ത് പോയിട്ട് വല്ല തൊഴിലുറപ്പ് വല്ല ഉണ്ടാക്കും. ഈ വീട്ടിലിരുന്ന് വെറുതെ ബോറടിക്കുന്നു. നീ അങ്ങനെ തന്നെ പറഞ്ഞോടാ. നോക്കട്ടെ. അവളെ വിളിച്ചാ മതി കൂട്ടിന്. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. അല്ല തമ്പുരാട്ടി വന്നില്ലേ ഇതുവരെയും? സമയം 7 ആയല്ല. അല്ല നിനക്കെന്തൊരു മ്ലാഞ്ചൽ എടാ കൊച്ചനെ? നിനക്ക് കാര്യം പറയടാ. പൈസ അക്കൗണ്ടിലെ പൈസ മൊത്തം ചെയ്യുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞു, ഈ ചെറുക്കൻ്റെ അടുത്ത് അപ്പഴേ പറഞ്ഞതാണ്. കള്ളന്റെ കയ്യിൽ തന്നെ അവൻ താക്കോലും കൊടുത്തങ്ങ് വിട്ടു. അവളെന്നിട്ട് എവിടെ? അവളെന്തിനാ അമ്മാനിയുടെ കാറ് വാങ്ങാൻ പോയിരുന്നാ? വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. ബെസ്റ്റ്. അപ്പോഴേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാണ്. അവൾ അല്ലെങ്കിലേ കുറച്ച് നാളായിട്ട് ഫോണിൽ കുത്തി അവിടെ ഇവിടെ കറങ്ങി ചക്കരെ മുത്തേ മോളെ എന്നൊക്കെ വിളി ഞാൻ കേട്ടപ്പോ നീ എന്തോന്ന് പറഞ്ഞത്? അവള് റീൽസ് എടുക്കണം, റീൽസ് എടുക്കണമെന്ന്. ഇപ്പൊ നല്ലൊരു റീൽസ് ആയിട്ട് പോയില്ലേ അവള്? എവിടെങ്ങോട്ടെങ്കിലും പോയെന്ന് വല്ല വഴി ഉണ്ടോ നിനക്ക്? വല്ലാ വാട്സപ്പിൽ മെസ്സേജെങ്കിലും അയച്ചോ തമ്പുരാട്ടി? ഒന്നും അറിയാൻ വയ്യ. അവള് മെസ്സേജ് അയച്ചേക്കണോ വാട്സപ്പിൽ? എന്തോ വോയിസ് നോട്ടാണല്ലോ. ഹലോ ഇച്ചായ, അക്കൗണ്ട് ബാലൻസ് 0 ആയി. എന്നോട് ക്ഷമിക്കണം. അതെ, നമ്മൾ തമ്മിൽ സിങ്ക് ആവൂല ഇച്ചായ. ഇച്ചായനാണെങ്കിൽ ഒരു ഫ്രീക്കും ഇല്ല. എന്തോന്ന് മനുഷ്യ നിങ്ങളിങ്ങനെ. നമ്മൾ തമ്മിൽ ചേർന്ന് പോവില്ല. എനിക്കൊരു മൊഞ്ചുള്ളൊരു ഫ്രീക്കിനെ കിട്ടി. ഞാനങ്ങ് പോവേണേ. എന്നോട് വിരോധമൊന്നും ഇല്ലല്ലേ? മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും. നീനപ്പ സങ്കടപ്പെടാനും വേണ്ട. 1 മാസം ഒന്നും എടുക്കണ്ട. നീ അതിന് മുമ്പേ ഗൾഫിൽ പോവാൻ നോക്ക്. അത്രയും നിന്റെ സങ്കടം കുറഞ്ഞിരിക്കും. അത് പൊടിയണല്ലോ ചെറുക്കാ. അമ്മച്ചി ഇന്ന് വന്നേ. അമ്മച്ചി
ഇതുണ്ടോ അത് ഓടാനും വ്യത്യാസം പറ്റും. ഈ ഫോട്ടോ നോക്കി. എവിടെയോ പോലീസ് കണ്ടതുപോലെ തോന്നുന്നു. പോലീസ് പിടിയിൽ കഞ്ചാവുമായി കടത്താവുമായി കാമുകനുമായി കാറിൽ സഞ്ചരിക്കുന്ന യുവതിയും പിടിയിൽ. ആ അവക്ക് അങ്ങനെ തന്നെ വേണം. 25. അവക്ക് ഇവിടെ നിന്ന് തിന്ന് എല്ലിക്കടയിൽ കയറി, അതുകൊണ്ടല്ലേ അവള് തുടിച്ചുകൊണ്ട് ഇറങ്ങി പോയത്. പോട്ട് ഇനി എല്ലാളുമാർക്കും ഇതൊരു പാഠം വയ്ക്കണം.